പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 11 ബുധനാഴ്ച എല്ലാവരെയും കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു. അങ്ങയുടെ മക്കളെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത് അതിൻ്റെ അവകാശം ഓഹരിയുമായിരുന്ന മക്കളോട് നിന്റെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് കരുണ തോന്നണമെന്ന് അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. ഈശോ നിന്റെ മുൾക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തത്തെ ഞങ്ങൾ ധ്യാനിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യുന്നു. ആ വിശുദ്ധമായ രക്തം രോഗികളുടെ മേൽ ഇപ്പോൾ വീഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മീയമായ രക്തം അങ്ങയുടെ മക്കളിലേക്ക് വീഴട്ടെ കർത്താവെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുക്രിസ്തു നാമത്തിൽ ശരീരം വേദന കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, ശരീരത്തിന് വേദന കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്, എപ്പോഴും മനസ്സ് സമാധാനം ഇല്ലാത്തവരുണ്ട്, ഭക്ഷണം കഴിച്ചാൽ പോലും സന്തോഷമില്ല, കാര്യം ശരീരത്തിന് വേദനയാണ്. അങ്ങനെയുള്ളവരെ കർത്താവെ കൈവിട്ട് കളയരുത്. അവരെ തുടരാൻ കർത്താവ്. ആകപ്പാടെ മനുഷ്യന് ഒരു ജീവിതമുണ്ട് കർത്താവെ. ആ ജീവിതത്തിൽ അവൻ ആവശ്യമില്ലാതെ വേദന അനുഭവിക്കാൻ നീ അനുവദിക്കരുത്. അവരെ നീ സ്പർശിക്കണം. അവരുടെ രോഗികൾ, ബൈസ്റ്റാൻഡേഴ്സ്, സന്ധിക്കുന്നവർ കർത്താവെ, ഓരോരുത്തരെ സഹായിക്കുന്നവണ് കർത്താവെ. ചില ആൾക്കാർ തന്നെ നിലനിന്ന് പോണത്. ഇപ്പോൾ ഭർത്താവ് മരിച്ച പെങ്ങൾ, അവളുടെ ഭർത്താവ് മരിച്ചെങ്കിൽ അമ്മാവന്മാരെ നോക്കും, അല്ലെങ്കിൽ വലിയമ്മമാരെ നോക്കും. അങ്ങനെ ഓരോരുത്തരും നോക്കുന്നവരുണ്ട്. ചില കുഞ്ഞുങ്ങളെ തന്നെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അവരുടെ നിലനിൽപ്പ് പോയ കാലത്ത് അമ്മയുടെയും അപ്പൻ്റെയും സഹോദരന്മാരെ വളർത്തിയിരിക്കുന്നത്. കർത്താവ്, ഞങ്ങളെ വളർത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സന്ധിക്കണം. ഞങ്ങൾക്ക് ആവശ്യമായ സഹായം പണ്ട് തന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ നീ സംരക്ഷിക്കണം. അവരെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ ഓർക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഈശോയെ, പൊളിഞ്ഞുപോയ കടകമ്പോളങ്ങൾ കർത്താവ്, ജീവിതമാർഗങ്ങൾ മുട്ടിപ്പോയവർ, ആ കർത്താവ് വഴി മാറിപ്പോയതിൻ്റെ പേര്, റോഡ് മാറിപ്പോയതിൻ്റെ പേരിൽ അവരുടെ കച്ചവടങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നവർ, വഴിമുട്ടിയ ആൾക്കാരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രളയങ്ങൾ വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പല പല കച്ചവടങ്ങളും പല പല ബിസിനസ്സുകളും മാന്ദ്യം ഭവിച്ചവരുണ്ട് ഈശോയെ. ഓരോരോ തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം കർത്താവ് പല വിഷയങ്ങൾ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ കർത്താവ് മറ്റുള്ളവർക്ക് രോഗം വന്നത് കാരണം മറ്റ് ജോലിക്ക് പോകാൻ പറ്റാതെ അവരെ നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളവരുണ്ട് ഈശോ. ഇങ്ങനെ പഠനം പൊടിഞ്ഞു പോയവർ, മുടങ്ങിപ്പോയവർ, ജോലികൾ വിഷമിച്ചിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, അത് മുടങ്ങിപ്പോയതിൻ്റെ പേര് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഈശോ. ഇങ്ങനെ ഭൗതികമായ സാഹചര്യത്തിൽ മാനസികമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോ. അവരെല്ലാം നീ സ്പർശിക്കണം കർത്താവെ. കൃപാസനം 36 കൊല്ലത്തോളം കൃപാസനം ഉണ്ടായിട്ട് 35 കൊല്ലമായി. ആ കൊല്ലത്തിനുള്ളിൽ കർത്താവ് നടത്തിയിട്ടുള്ള മുഴുവൻ ആരാധനകൾ, കൺവെൻഷൻസ്, ധ്യാനങ്ങൾ, ഉപവാസ പ്രാർത്ഥനകൾ, തപസ്സുകൾ, അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ, അതിലൂടെ വന്നിരിക്കുന്ന 10,000 മനുഷ്യരെ വിശുദ്ധിയും, അതെല്ലാം കർത്താവ് ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന യോഗ്യതയായിട്ട് സമർപ്പിക്കുന്നു കർത്താവ്. അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ വിശുദ്ധമായ രക്തത്തിൻ്റെ യോഗ്യതയാൽ കർത്താവ് ഞങ്ങൾ ആർക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നു, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു, എന്തെല്ലാം വിഷമതകൾ അവരുടെ മനസ്സിലൂടെ തിരതള്ളിപ്പോകുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ പൊന്നീശോയെ, അവരെല്ലാം നീ കൈവിടല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം തളർന്നു നിൽക്കുന്നവരെല്ലാം കർത്താവേ, നീയാണ് ബലം, നീയാണ് ശക്തി, നീയാണ് ജീവിതം കർത്താവേ. നിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദൈവികമായ ശക്തി നിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവതാവിൻ്റെ മധ്യസ്ഥവരേക്ക് ആവശ്യിക്കട്ടെ. ഓരോ വീടിനെക്കുറിച്ച് വേഗലപ്പെടുന്നവർ, മക്കളെക്കുറിച്ച് വേഗലപ്പെടുന്നവർ, ജോലിയില്ലാത്തതിനെക്കുറിച്ച് വേഗലപ്പെടുന്നവർ, പലതരത്തിലുള്ള കേസ് കൊടുക്കുമോ, കേസാകുമോ, കേസ് തോക്കുമോ, അകത്ത് പോകുമോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവരൊക്കെ ഓർത്ത് വേദനിക്കുന്നവർ, എല്ലാവരെയും കർത്താവേ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കഴുത്ത് കുറുകിപ്പോയൊരു കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്. അവൻ ജന്മന അങ്ങനെയാണ്. അവനെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോരോ ജനിതക രോഗമുള്ളവർ, ജന്മനാ രോഗമുള്ളവർ, കർത്താവ് പാരമ്പര്യ രോഗമുള്ളവർ, അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മാരക രോഗങ്ങൾ, തീരാവേദികളും ജീവ ദുരിതങ്ങളും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാം. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ,
അപ്പം ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? അതായത് കർത്താവേ, അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു ദിവസം അവർ അന്നത്തെ ദിവസം ഗലീലക്കടലിൻ്റെ മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പോസ്തലന്മാർ പരസ്പരം സംസാരിക്കുന്ന, അങ്ങനെ സംസാരിക്കാൻ കാര്യം എന്താ? കർത്താവ് അവരോട് പറഞ്ഞ് ഫരിസേയന്മാരുടെ പുളിമാവിനെ കുറിച്ച് നിങ്ങൾക്ക് കരുതൽ വേണമെന്ന് പറഞ്ഞു. പുളിമാവെന്ന് പറയുമ്പോൾ അവർക്ക് മാവെന്ന് വെച്ചാൽ പൊടി. അപ്പോൾ പൊളിച്ച അപ്പത്തിൻ്റെ പൊടിയെക്കുറിച്ചാണ് ഈ പറയണത് എന്ന് വിചാരിച്ചുകൊണ്ടേ ഇവർ പറയും നമ്മൾ അപ്പം എടുക്കാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പറയണം. ഭയങ്കര രസമാണ് കർത്താവിൻ്റെ ഈ പെഡഗോജി എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പഠനത്തിൻ്റെ രീതികളിൽ അപ്പോസ്തലന്മാരുടെ റെസ്പോൺസ് ഭയങ്കര സർക്കാസ്റ്റിക്കാണ്. അപ്പോൾ ഈശോ പറഞ്ഞ്, ഈശോ ഫരിസേയരുടെ വേദപ്രബോധനത്തെക്കുറിച്ചാണ് പറയണത്. ഇവർക്ക് മനസ്സിലായില്ലേ? ഇവർ അപ്പം എടുക്കാതെ ഇവർ തമ്മിൽ തർക്കിക്കുകയാണ്. കണ്ട, ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴും അപ്പം എടുക്കണമെന്ന് പറഞ്ഞതല്ലേ? അപ്പം വർദ്ധിപ്പിച്ച് ഇതുമാത്രം അപ്പം ഉണ്ടായതാണ് എടുക്കാത്ത. അപ്പം നമുക്ക് വേണ്ടി അപ്പം എടുക്കേണ്ടതല്ലേ? ഞാൻ നിന്നോട് നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ച ഇവർ ചുമ്മാ ഈ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. കർത്താവ് ചിരിച്ച് കാണും, പക്ഷേ കർത്താവ് ചിരിച്ചൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. ചിരിക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് എന്ത്? കർത്താവ് മോരെന്ന് പറഞ്ഞ് ഇവർ മുതിരെന്ന് കേട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുപോലെ വന്നിരിക്കുന്ന കൺഫ്യൂഷൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു? ഇപ്പം നിങ്ങൾ അപ്പം എടുത്തിട്ടില്ലെന്ന് വിചാരിച്ചു. ഞാനായിട്ട് ഇപ്പോഴേക്കിടെ കൂടാ. അപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ കഴിയുമല്ലോ. അത് നിങ്ങൾത്തെ വിശ്വസിക്കാത്തത്? ഈ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാനാണ് നിങ്ങളെ? അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണ്ടേ? കഴിഞ്ഞ കാലങ്ങളിൽ 5000 പേരുടെ 5 അപ്പത്തെക്കുറിച്ച് ഓർക്കണില്ലേ? 4000 പേരുടെ 7 അപ്പത്തെക്കുറിച്ച് ഓർക്കണില്ലേ? എന്ന് വെച്ചാൽ ഈശോ ചോദിക്കണത് എന്താ അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഇന്നിപ്പം ഡിസംബർ 11 ഇന്ന് എന്തെങ്കിലും ഒരു ഇല്ലായ്മ വന്നു, പോരായ്മ വന്നു, ബാധ്യത വന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പരസ്പരം പഴിചാരുകയല്ല ചെയ്യേണ്ടത്. ഞാനതേ പറഞ്ഞല്ലേ, ആ ചുറ്റി പിടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ വഴക്കിൻ്റെ കാര്യമില്ല. എന്താ കാര്യം? ഞങ്ങൾ പരസ്പരം ആ വിഷയം കുറ്റം ആരോപിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കാതെ, മറിച്ച് ഈ മുൻകാലങ്ങളിൽ നിന്നെ അനുഗ്രഹിച്ച കർത്താവ് തന്നെയാണ് നിന്റെ കൂടെ ഉള്ളത്. അത് ഓർത്താൽ മതി എന്നാണ്. എന്നുവെച്ചാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളല്ല ഓർക്കേണ്ടത്, കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഓർക്കേണ്ടത്. അവൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ പല സമയത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം ഓർത്തുകൊണ്ട് അവനെ വിളിച്ച് അഭയം പ്രാപിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലേ? താങ്ക് യു.